കുറച്ചു മിനിറ്റ് ക്ഷമിക്കൂ, കാത്തിരുന്ന് ഓർഡർ ചെയ്യാൻ തുടങ്ങൂ. നിങ്ങളുടെ വികാരങ്ങൾ അടക്കാൻ എന്തു ചെയ്താലും അത് മറ്റൊരു ദിവസം പൊട്ടിത്തെറിക്കും. അത് ആരോഗ്യത്തിന് ദോഷകരമാകും. ഇന്നു മുതൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുക. മിഡ്നൈറ്റ് ക്രേവിംഗ് നിയന്ത്രിക്കാൻ ആദ്യത്തെ പടി ക്രേവിംഗിന്റെ കാരണം തിരിച്ചറിയുക. അത് വിശപ്പാണോ അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദമാണോ എന്ന് മനസ്സിലാക്കുക. ക്രേവിംഗിനെ ഒരു തിരമാല പോലെ നിരീക്ഷിക്കുക. അതിന്റെ ശക്തി തിരിച്ചറിയുക. ശ്വാസം ആഴത്തിലെടുത്ത് അത് കടന്നുപോകാൻ അനുവദിക്കുക. കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാം. അധിക കലോറി, തുടർന്നുള്ള പശ്ചാത്താപം. ഇങ്ങനെ ചെയ്താൽ ഓർഡർ ചെയ്യാനുള്ള ആഗ്രഹവും പണം നഷ്ടപ്പെടുത്തുന്നതും കുറയും. 4, 7, 8 ശ്വാസക്രിയ ഉപയോഗിച്ച് ഇമ്പൾസീവ് ആഗ്രഹങ്ങൾ കുറയ്ക്കുക. ഇതുവഴി നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാനും കഴിയും. രാത്രി ഭക്ഷണത്തിന് പ്രോട്ടീൻ, ഫൈബർ, ആരോഗ്യകരമായ കൊഴുപ്പുകളടങ്ങിയ ഒരു സമൃദ്ധമായ രീതി. ഗ്രിൽഡ് ചിക്കൻ, ബ്രൗൺ റൈസ്, പയർ എന്നിവയെല്ലാം ചേർത്തു ഒരു രുചികരമായ പ്ലേറ്റിൽ സമർപ്പിക്കുമ്പോൾ അവയുടെ പോഷകഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഉണർത്തും. ഈ ഭക്ഷണം നിങ്ങൾക്ക് നീണ്ടനേരം തൃപ്തിയുണ്ടാക്കും. അതിനാൽ രാത്രി ഭക്ഷണം കഴിച്ച ശേഷം ക്രേവിംഗുകൾ അനുഭവിക്കേണ്ടതില്ല. ഭക്ഷണത്തിന് പുറമെ ജീരകം, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് തയ്യാറാക്കിയ മോര് കുടിക്കുന്നത് ദഹനത്തെ മെച്ചപ്പെടുത്തുകയും ആരോഗ്യത്തിനും ഗുണകരമാണ്. കൂടാതെ നട്ട്സ് പോലുള്ള വറുത്ത കശുവണ്ടി അല്ലെങ്കിൽ ഹമസ് ഉപയോഗിച്ച് പച്ചക്കറികൾ കഴിക്കുന്നത് ആരോഗ്യകരമായ നട്ടുകൾക്കൊപ്പം രുചി കൂട്ടും. ഈ സമ്പൂർണ്ണ ഭക്ഷണരീതി നിങ്ങളുടെ ആരോഗ്യത്തിന് ഒരു നല്ല പിന്തുണ നൽകും. ജേണൽ എഴുതുക. ക്രേവിംഗുകളുടെ പാറ്റേൺ, സ്ട്രെസ്, സമയം രേഖപ്പെടുത്തി അവയെ നേരിടാൻ തയ്യാറാകുക. ലഘുവ്യായാമം. സ്ട്രെസ് മൂലമുള്ള ക്രേവിംഗ് കുറയ്ക്കാൻ നടത്തം അല്ലെങ്കിൽ സ്ട്രെച്ചിങ് ചെയ്യുക. പ്രൊഫഷണൽ സഹായം. ക്രേവിംഗ് തുടരുകയോ വികാരപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു തെറാപ്പിസ്റ്റോ ഡയറ്റീഷ്യനോട് സംസാരിക്കുക. ഓർമ്മിക്കുക, വികാരങ്ങളെ അടിച്ചമർത്തി കർശന ഡയറ്റ്സ് എടുക്കുന്നത് റീബൗണ്ടിലേക്ക് മാത്രമേ വഴിതെളിക്കൂ. മനസ്സിനെ ബുദ്ധി കൊണ്ട് നേരിടൂ, ആരോഗ്യം കാക്കൂ.